കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇതിന് സ്പേസ് ഉള്ളിൽ അവൈലബിൾ ആണെന്ന് പലർക്കും മനസ്സിലാവില്ല. കാരണം ഇത്രയും സൗകര്യമുള്ളൊരു വീടാണോ എന്നുള്ളത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇൻക്ലൂഡ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കിച്ചണാണ്. രണ്ടാമത് ഞാനൊരു കിളിവാതിൽ ഉണ്ടായിട്ടുണ്ട് മുകളിൽ. അത് നിങ്ങൾക്ക് മുകളിൽ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു ലൈബ്രറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനൊന്നും ചെയ്യാതെ തന്നെ, അതുകൊണ്ട് തന്നെ അതൊരു ഗ്രാൻഡ് ഫീലിംഗ് നമുക്ക് അതിന് ഈ വീടിൻ്റെ കൺസെപ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ പ്രോജക്റ്റും ഇന്ന് നമ്മൾ മലപ്പുറത്ത് കീശ്ശേരി എന്ന സ്ഥലത്ത് മിസ്റ്റർ ഇസ്മായിൽ എന്ന വ്യക്തിക്ക് വേണ്ടി ഒരു ഇറഗുലർ ഷേപ്പിലുള്ള പ്ലോട്ടിൽ ചെയ്ത വീടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 2020-ലാണ്. ഇതിൻ്റെ ഹൗസ് ഓണർ വിദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സ്റ്റേജുകളിലായിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ഒരു വീടാണ്. ഇതിലുള്ളത് ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ്, ഒരു ഡൈനിങ് വിത്ത് ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ഡൈനിങ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഒരു കിച്ചൺ ഏരിയ. കയറി വരുമ്പം തന്നെ നമ്മൾക്കൊരു മാസീവ് ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ലിവിങ് ഡൈനിങ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനൊന്നും ചെയ്യാതെ തന്നെ, അതുകൊണ്ട് തന്നെ അതൊരു ഗ്രാൻഡ് ഫീലിംഗ് നമുക്ക് അതിന് ഈ വീടിൻ്റെ കൺസെപ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ പ്രോജക്റ്റുകളും തന്നെ നമ്മൾ ഈ ഡബിൾ ഹൈറ്റുകളും വലിയ വിൻഡോസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഇസ്മായിൽ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-ലാണ്. ഓൾമോസ്റ്റ് 2.5 years ബിഫോർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചലഞ്ചസ് ഞാൻ ലാൻഡ് എടുത്തപ്പോൾ ചലഞ്ചസ് എനിക്ക് നല്ല ഉണ്ടായിരുന്നു. കാരണം ഞാൻ എടുത്ത സ്ഥലവും ഓൾറെഡി എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ്, അവനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ അവൻ്റെ അടുത്ത് പോയി, അവർ നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നു.
അങ്ങനെ ആ പ്രൊജക്റ്റ് വെച്ചതിന് ശേഷം അവൻ എനിക്ക് പ്ലാൻ വരച്ചു തന്നു. അങ്ങനെ ഒരുപാട് ഡിസ്കഷന് ശേഷം കംപ്ലീറ്റ് ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അതുപോലത്തെ പെർഫെക്റ്റ് പ്ലാനായിട്ട് അവരെൻ്റെ അടുത്ത് എന്നെ സമീപിച്ചു. നല്ല ഈ നമ്മളെ ലാൻഡിന് അനുയോജ്യമായ പ്ലാനും നല്ല എലവേഷനും എല്ലാം കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്ലാനായിട്ടാണ് അവർ വന്നത്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 3000 ആണ്. 3000 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഞാൻ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരോട് കൊടുത്തതിൻ്റെ നമ്മുടെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് കണ്ടംപററി ടച്ച് വെച്ചിട്ടാണ് ഞാൻ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ എല്ലാ ഡിസൈനും ഇൻക്ലൂഡ് ആയിട്ടുള്ള വീടാണ് ഇപ്പോൾ ഇത് അവർ എൻജിനീയേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നാമത് വേറൊരു അഡ്വാൻറ്റേജസ് എനിക്ക് ഉണ്ടായിരുന്നു വെച്ചാൽ എനി ടൈം അവൈലബിൾ ആയിരുന്നു നമ്മുടെ എൻജിനീയേഴ്സ്. എനി ടൈം അവൈലബിൾസ് പറഞ്ഞാൽ ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വർക്ക് എൻ്റെ ഷെഡ്യൂൾ തീരുന്നത് മേ ബി 8 o'clock 10 o'clock KSA ടൈം ആയിരുന്നു. അപ്പോൾ 10 o'clock എന്നാകുമ്പോൾ സൗദിയിൽ ഓൾമോസ്റ്റ് 12:30 1 o'clock ആവും. ആ സമയത്ത് പോലും ഞാൻ എൻ്റെ കൺസേൺ റേസ് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് റെസ്പോൺസും പ്രോംപ്റ്റ് റിപ്ലൈയും എനിക്ക് കിട്ടിയിരുന്നു. വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് കണ്ടംപററി അല്ല, മിക്സ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മളിതിൽ വീടിൻ്റെ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. മീൻസ് കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന സമയത്ത് ഇതിന് സ്പേസ് ഉള്ളിൽ അവൈലബിൾ ആണെന്ന് പലർക്കും മനസ്സിലാവില്ല, കാരണം ഇത്രയും സൗകര്യമുള്ളൊരു വീടാണോ എന്നുള്ളത്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എൻജിനീയേഴ്സ് ഇതെനിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു ഇതിനിപ്പോൾ ഞാനൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കിച്ചണാണ്. രണ്ടാമത് ഞാനൊരു കിളിവാതിൽ ഉണ്ടായിട്ടുണ്ട് മുകളിൽ. അത് നിങ്ങൾക്ക് മുകളിൽ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മരത്തിൻ്റെ ഒരു കിളിവാതിലാണ് സെറ്റ് ചെയ്തത്. ഞാൻ തുറന്നു കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂ ആണ്, കാറ്റാണ്, എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ സജഷനും നമ്മളിപ്പോൾ നോർമലി ഒരു ടെക്നിക്കൽ കൈയില്ല, മീൻസ് ഈ നമ്മളെ എഞ്ചിനീയർ ഫീൽഡിൽ നമ്മളെ ഫീൽഡ് അധികം ആയതുകൊണ്ട് ഞാൻ ഓരോ ഐഡിയാസ് പറയുമ്പോഴും അവരുടേതായ ഐഡിയാസിൽ അവരെനിക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീട് ഓരോ ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലുണ്ട്, പിന്നെ 4 ബെഡ്റൂം ഞാൻ പറഞ്ഞതുപോലെ 4 ബെഡ്റൂമും 2 ബെഡ്റൂം താഴെയും 2 ബെഡ്റൂം മുകളിലുണ്ട്. ആ ബെഡ്റൂമിൻ്റെ അവൈലബിലിറ്റിയും ബെഡ്റൂമിൻ്റെ സ്പേസും കാണുമ്പോഴും പിന്നെ എൻ്റെ ബാൽക്കണിയും ഞാൻ പറഞ്ഞ ഈ കിളിവാതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 4 ബെഡ്റൂമാണ് എൻ്റെ വീടിന് കൊടുത്തിട്ടുള്ളത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു ഹാൾ ഡൈനിങ് ഹാൾ ഫ്രം ലിവിങ്
രണ്ട് ചെറിയൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഞാൻ ഒരു ഫസ്റ്റ് അവനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കിച്ചൺ എനിക്ക് ഭയങ്കര സ്പേഷ്യസ് ആവണം. അങ്ങനെ അതേ മോഡലാണ് സ്പേഷ്യസ് കിച്ചണും. മുകളിൽ ഒരു ചെറിയ ലൈബ്രറി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് കുട്ടികൾക്ക് വായിക്കാനും ഇതൊക്കെ ആയിട്ട് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ബെഡ്റൂമുമാണ് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.